വെണ്ടയ്ക്ക മെഴുക്ക് പെട്ടി ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രാവശ്യം വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഡെഫിനറ്റായി ഇഷ്ടമാവും. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് പീനട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഇടില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. നല്ലപോലെ റോസ്റ്റായി കഴിഞ്ഞ് അതെടുത്ത് മാറ്റി വെച്ച് തണുപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കോഴ്സ് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. പൗഡർ ആക്കരുത് കേട്ടോ, ഇച്ചിരി കോഴ്സ് ഗ്രൈൻഡ് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ സൈഡിൽ വെച്ചിട്ട് പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ അതിൽ ജീരകം ഇട്ട്, ജീരകം ഫ്രൈ ആയപ്പോൾ ഒരു 8-10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. വെളുത്തുള്ളി ഫ്രൈ ആയി കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യുക. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആവുന്നവരെ, ഒരു ചെറുതായിട്ട് കളർ മാറുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് കഴിഞ്ഞ് ഇതിൽ നമ്മൾ വെണ്ടയ്ക്ക ഇടുവാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ ഇച്ചിരി തിന്നായിട്ടാണ് കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും, ഫാസ്റ്റും ആവും, നല്ലപോലെ ഫ്രൈയും ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം മൂടാതെ തന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്യണം. കാരണം അതിലൊരു 4 പോലെ വരുമല്ലോ, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ഇപ്പോൾ ഇത് നല്ലപോലെ അത് 4 മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് കുറച്ച് നേരം മൂടി വെച്ച് വേഗം വെക്കുക. അപ്പോൾ അത് നല്ലപോലെ വെന്ത് വരണമല്ലോ. അപ്പോൾ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചോളൂ. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് ഇനി നമുക്ക് ഇതിൽ മസാല ഇടാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാവുള്ളൂ. കുറച്ച് നല്ല ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്ട് അത് ഇതിലിടാം. അത് ഇട്ടിട്ട് മിക്സ് ആക്കാം. പിന്നെ നമ്മൾ ഈ പീനട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ ഈ 2 മിനിറ്റ് കൂടി നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത് ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കുക. ഒരു പ്രാവശ്യം തീർച്ചയായും ഉണ്ടാക്കണം, ഒത്തിരി ടേസ്റ്റിയാണ്.